السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. إلى آخر آية. صدق الله العلي العظيم. قال سيدنا ونبينا محمد صلى الله عليه وسلم عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم لكل شيء سنام وإن سنام القرآن سورة البقرة وفيها آية هي سيدة القرآن هي آية الكرسي. عن النعمان بن بشير رضي الله عنهما عن النعمان بن بشير رضي الله عنهما عن النبي صلى الله عليه وسلم قال إن الله كتب كتابا قبل أن يخلق السماوات والأرض ب1000 عام أنزل منه آيتين ختم بهما سورة البقرة ولا يقرآن في دار 3 ليال فيقربها شيطان. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫضل കൊണ്ടും സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കൊണ്ടും ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആൻ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും പടച്ചവനെ ഞങ്ങളുടെ എല്ലാ രോഗവും നീ ശഫിയാക്കണേ അല്ലാഹ്. മാറാവ്യാധി രോഗത്തിനെ തൊട്ടും പകർച്ചവ്യാധി രോഗത്തിനെ തൊട്ടും കൊറോണ എന്ന വൈറസിനെ തൊട്ടും അതുപോലുള്ള എല്ലാ വൈറസുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഹ്ലുകാരെയും മുഴുവൻ മനുഷ്യന്മാരെ നീ കാക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം നല്ല സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി സമാധാനത്തോടുകൂടി പട്ടിണി കിടക്കാത്ത രൂപത്തിൽ
ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അവസാനം ആഖിബത്ത് നന്നായി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി സ്വർഗം കണ്ട് നല്ല അമൽ ചെയ്തുകൊണ്ട് നല്ല ദിവസം നല്ല സമയത്ത് മുഖദ്ദസായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ച് വലിക്കുവാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ ബഖറ പാരായണം ചെയ്താലുള്ള പുണ്യവും അതുപോലെ സൂറത്തുൽ ബഖറയിലെ പ്രധാന 2 ആയത്തുകളുമുണ്ട്, അത് ഓതിയാൽ കിട്ടുന്ന ഗുണവും ഇൻഷാ അല്ലാഹ് അല്പം സംസാരിച്ച് ഇന്നത്തെ അൽ മുബാറക്ക യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഭാഷണം അവസാനിപ്പിക്കാം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. ഞാൻ നേരത്തെ സൂറത്തുൽ ബഖറയിലെ 5 ആയത്ത് ഓതി. സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ പൂർണ്ണമായിട്ട് ഓതുകയാണെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ ശൈത്വാൻ പ്രവേശിക്കുകയില്ല. മാത്രമല്ല സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് പതിവാക്കി ഓതുകയാണെങ്കിൽ അവൻ്റെ വീടുകളിലും 3 ദിവസം വരെ, ഒരു ദിവസം ഓതിയാൽ അടുത്ത 3 ദിവസം വരെ അവൻ്റെ വീട്ടിൽ ശൈത്വാൻ പ്രവേശിക്കുകയില്ലെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൂറത്തുൽ ബഖറയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട്, ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അതും ആ രാത്രിയിൽ, ആ സൂറത്തുൽ ബഖറ എന്ന രാത്രിയിൽ പാരായണം ചെയ്താൽ ആ വീടുകളിലും ശൈത്താൻ പ്രവേശിക്കുകയില്ല ഇൻഷാ അല്ലാഹ്. അതിനെ സംബന്ധിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് കൂടി നമ്മെ പഠിപ്പിക്കുന്നു. വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി ഷൈഇൻ സനാമുൻ വഇന്ന സനാമൽ ഖുർആനി സൂറത്തുൽ ബഖറ വഫീഹാ ആയത്തുൻ ഹിയ സയ്യിദത്തു ആയിൽ ഖുർആനി ഹിയ ആയത്തുൽ കുർസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ വസ്തുക്കൾക്കും ഒരു പാരമ്യം കാണും, മറ്റുള്ളവയേക്കാൾ അത് ഉയർന്നിരിക്കും. പാരമ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയേക്കാൾ ഉയർന്നിരിക്കുന്ന ഒരു പാരമ്യം എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. എന്നാൽ ഖുർആൻ ഷരീഫിൻ്റെ പാരമ്യം സൂറത്തുൽ ബഖറയാണെന്ന് സയ്യിദുനാ വ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാറ്റിനേക്കാളും മറ്റുള്ളവയേക്കാളും ഉയർന്നു നിൽക്കുന്നത് ഖുർആനിൽ സൂറത്തുൽ ബഖറയാണെന്ന് സയ്യിദുനാ വ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുള്ള ഒരു ആയത്ത് ഖുർആൻ ഷരീഫിൻ്റെ ഇതര ആയത്തുകളെയെല്ലാം തലവനാണ് എന്ന് പറഞ്ഞാൽ ആ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, അത് മറ്റുള്ള ആയത്തുകളുടെയും തലവനാണ്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളാണ്, ഒരു നേതാവാണ്. അതേതാണെന്നറിയുമോ? അത് ആയത്തുൽ കുർസിയാകുന്നു എന്ന് സയ്യിദുനാ വ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ എല്ലാ വസ്തുക്കളേക്കാളും ഉയർന്നു നിൽക്കുന്ന സൂറത്തുൽ ബഖറയാണ്. ആ സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ട്, അത് മറ്റുള്ള ഖുർആനിലെ എല്ലാ ആയത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ്, തലവനാണ് ആയത്തുൽ കുർസി. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ ആയത്തുൽ കുർസി ഓതിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, സൂറത്തുൽ ബഖറ ഓതിയാലുള്ള ഗുണങ്ങളെ സംബന്ധിച്ച് അല്പം ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ ശൈത്വാൻ പ്രവേശിക്കുകയില്ല. മാത്രമല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനിൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള് ബിഅൽഫി ആമിൻ അൻസല മിൻഹു ആയതൈൻ ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ വലാ യഖറആനി ഫീ ദാരി സലാസ ലയാലിൻ
ഫയഖറബുഹാ ശൈത്വാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയതായി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ്, അതായത് ഈ ലോകത്ത് ഉള്ള നമ്മൾ കാണുന്ന ആകാശഭൂമിയും അതിനെ സൃഷ്ടിക്കുന്ന 2000 വർഷം മുമ്പ് അള്ളാഹു ഒരു ഗ്രന്ഥം എഴുതി. അതിൽ നിന്ന് 2 ആയത്തുകൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ അവസാനിച്ചിരിപ്പിക്കുന്നത്. അതായത് 2000 വർഷം മുമ്പ് അള്ളാഹു ഒരു ഗ്രന്ഥം എഴുതി, അതിൽ 2 ആയത്തുകൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. ആ 2 ആയത്തുകളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ പൂർത്തിയാക്കിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും വീട്ടിൽ അത് 3 രാത്രി ഓതപ്പെട്ടാൽ ആ സൂറത്തുൽ ബഖറയിലെ 2 ആയത്ത് ആരെങ്കിലും അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ ഓതിയാൽ 3 ദിവസം തുടർച്ചയായിട്ട് ഓതിയാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിശാച് അതിൻ്റെ അരികിലേക്ക് പോലും വരുന്നതല്ല. ആ വീട്ടിൻ്റെ അരികിലേക്ക് പോലും, വീട്ടിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ ചുറ്റുഭാഗത്ത് പോലും പിശാച് വരികയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി ഓതുകയാണെങ്കിൽ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് 3 ദിവസം തുടർച്ചയായി ഓതുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ ഫുള്ളായി ഓതുകയാണെങ്കിൽ 3 ദിവസം വരെ ആ ഓതിയവൻ്റെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്ത് പോലും അതിൻ്റെ പരിസരത്ത് പോലും പിശാച് വരികയില്ല. സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതുന്ന രൂപത്തിൽ ഓതണം, ജീവിത രൂപത്തിൽ ഓതണം, നല്ല ശുദ്ധിയോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഓതണം. അല്ലാഹു അത് ഓതാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. മാത്രമല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, عن أبي مسعود الأنصاري رضي الله عنه قال رسول الله صلى الله عليه وسلم من قرأ الآيتين من آخر سورة البقرة في ليلة كفتاه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബൂ സഈദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്തുകൾ ഒരു രാത്രിയിൽ ഓതിയാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു 3 രാത്രി തുടർച്ചയായി ഓതിയാൽ, ഈ ഹദീസിൽ പറയുന്നു ഒരു ആയത്ത് ഓതിയാൽ ആ 2 ആയത്തുകൾ അവന് മതിയാകുന്നതാണ്. ഒരായത്ത് ഓതിയാൽ 2 ആയത്തിന് മതിയാകുന്നതാണ്. 3 ദിവസം തുടർച്ചയായി ഓതിയാൽ പിശാച് ആ ചുറ്റുഭാഗത്ത് ഉണ്ടാവുകയില്ല. എല്ലാറ്റിനും മതിയാകുന്നതാണ് സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്ത്. സൂറത്തുൽ ബഖറ ഫുള്ളായി ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല വേറെ ഹദീസിൽ കാണാം, عن ابن عباس رضي الله عنهما قال بين جبريل عليه السلام قائد عند النبي صلى الله عليه وسلم سمع نقيلا من فوقه فرفع رأسه فقال هذا باب من السماء فتح اليوم لم يفتح قط إلا اليوم فنزل منه ملك فقال هذا ملك نزل إلى الأرض لم ينزل قط إلا اليوم فسلم فقال أبشر بنورين أوتيتهما لم يؤتهما نبي قبلك فاتحة الكتاب وخاتم سورة البقرة لم تقرأ بحرف منهما إلا أعطيته. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഇരിക്കുകയായിരുന്നു, നബിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ആകാശഭാഗത്ത് നിന്നും ഒരു പെട്ടെന്ന് ശബ്ദം കേൾക്കുകയുണ്ടായി. പെട്ടെന്ന് ഒരു പൊട്ടുന്ന ശബ്ദം. നമ്മളൊക്കെ അടുപ്പിൽ വെച്ചൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഓടിപ്പോകാറില്ലേ? എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ശബ്ദം കേട്ടാൽ നമ്മൾ പോകാറുള്ളല്ലോ. അതുപോലെ ആകാശഭാഗത്ത് നിന്നും ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം തല ഉയർത്തി നോക്കിയതിന് ശേഷം പറഞ്ഞു, ഇതൊരു കവാടത്തിൻ്റെ ശബ്ദമാണ്, ഇതൊരു വാതിലിൻ്റെ ശബ്ദമാണ്. ഇതിനു മുമ്പ് ഒരിക്കലും അത് തുറക്കപ്പെട്ടിട്ടില്ല. അതായത് ഇതുപോലത്തെ ശബ്ദം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇതുവരെ അങ്ങനത്തെ ഒരു വാതിലും തുറക്കപ്പെട്ടിട്ടില്ല. അതിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇത് പറയുന്നവരാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ആ മലക്ക് ഭൂമിയിൽ വന്നിട്ടില്ല.
ആ മലക്ക് ഹാജരായി സലാം പറഞ്ഞുകൊണ്ട് അറിയിച്ചു, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, താങ്കൾക്ക് 2 പ്രകാശങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും അവ നൽകപ്പെട്ടിട്ടില്ല. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും 2 സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളും. താങ്കൾ ഇവയിൽ നിന്നും ഒരു അക്ഷരം ഓതിയാൽ അത് താങ്കൾക്ക് ലഭിക്കുന്നതാണ്. അതായത് അള്ളാഹുവിനെ വാഴ്ത്തുന്ന വചനമാണെങ്കിൽ അതിൻ്റെ കൂലി ലഭിക്കുന്നതാണ്. ദുആയാണെങ്കിൽ ദുആ സ്വീകരിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾ അരികിൽ ഇരിക്കുമ്പോൾ ആകാശത്തു നിന്ന് പെട്ടെന്നൊരു പൊട്ടുന്നൊരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം തല ഉയർത്തി നോക്കിയതിനു ശേഷം അതൊരു കവാടത്തിൻ്റെ ശബ്ദമാണ് മനസ്സിലായത്. അങ്ങനത്തെ ഒരു ശബ്ദം ഒരിക്കലും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു വാതിൽ തുറക്കപ്പെട്ടില്ല. മാത്രമല്ല അതിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സലാം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാമിനോടല്ല, നബിനോടും സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, താങ്കൾക്ക് 2 പ്രകാശങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. താങ്കൾക്കും ഒരു നബിക്കും അവ നൽകപ്പെട്ടിട്ടില്ല. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും 2 സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും ഒരു അക്ഷരം ഓതിയാൽ ഖുർആൻ്റെ വചനമായതുകൊണ്ട് അതിന് കൂലി ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ദുആയാണെങ്കിൽ ചെയ്തതെങ്കിൽ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹത്വമുള്ളതാണ് സൂറത്തുൽ ബഖറയും സൂറത്തുൽ ഫാത്തിഹയും. സൂറത്തുൽ ബഖറയിൽ 2 ആയത്തും അതിൽപ്പെട്ട ഒരു ആയത്തുൽ കുർസിയും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നമുക്കത് ഓതുവാൻ അതനുസരിച്ച് അമൽ ചെയ്യുവാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ആയത്തുൽ കുർസിൻ്റെ അല്പം ഇൻഷാ അള്ളാഹ് ബറക്കത്തിന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചില ശ്രേഷ്ഠതകൾ ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന ശ്രേഷ്ഠതകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 170 തവണ ഓതിയാൽ കടം വീടപ്പെടും, റിസ്ഖ് വിശാലമാകും, വിഷമം നീങ്ങും, ശത്രുക്കൾ നാശമടയും, ജയിൽ മുക്തമാകും. 170 തവണ ഓതിയാൽ, 50 തവണ ഓതിയാൽ ഉദ്ദേശങ്ങൾ സഫലമാകും, പിശാചിൻ്റെ ദുർബോധനം ഉണ്ടാവുകയില്ല. 18 തവണ നിത്യമാക്കിയാൽ ജനങ്ങളിൽ സ്വീകാര്യതയും നിർഭയവും സ്നേഹവും ലഭിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 18 പ്രാവശ്യം ചൊല്ലിയാൽ മടങ്ങി വരുന്നത് വരെ കാവലുണ്ടാകും. 7 തവണ നിത്യമാക്കിയാൽ അള്ളാഹുവിൻ്റെ കാവൽ രക്ഷയും ഉണ്ടാകും. 3 പ്രാവശ്യം അഊദോതി ശേഷം 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി ഓരോന്നിനും വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം എന്നതിനെ 3 പ്രാവശ്യം പറയുക. അതായത് 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുമ്പോൾ വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം എന്നെത്തുമ്പോൾ 3 വട്ടം ആവർത്തിച്ച് ഓതുക. എന്നാൽ ഉറക്കത്തിൽ പേടിയും ദുസ്വപ്നം ഉണ്ടാവുകയില്ല. മാത്രമല്ല 11 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി ശൈത്താൻ കൂടിയവരുടെ തലയിൽ ഊതിയാൽ തടിയിലുണ്ടെങ്കിൽ ശൈത്താൻ കരിയും. ശൈത്താനുള്ള ആളെ തലയിലേക്ക് 11 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താൻ ഉണ്ടെങ്കിൽ തലയെന്ന് കരിഞ്ഞു കളയും. മാത്രമല്ല വലത് ചെവിയിൽ 7 ബാങ്ക്, ഫാത്തിഹ, മുഅവ്വിദത്തൈനി, ആയത്തുൽ കുർസി, സൂറത്തു സാഫാത്തി, ലൗ അൻസൽനാ, സൂറത്തു താരിഖ് ഇവ ഓതിയാൽ ശൈത്താൻ കരിയും. ഇങ്ങനെ ശൈത്താൻ കരിയപ്പെടുന്നതും മറ്റുള്ള നന്മകൾ ലഭിക്കപ്പെടുന്നതും ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാവുന്നതും വിഷമങ്ങളും പിശാച് ദുർബോധനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാനും കടങ്ങൾ വീടാനും ഭക്ഷണത്തിന് വിശാലത ഉണ്ടാവാനും വിഷമങ്ങൾ നീങ്ങാനും ശത്രുക്കൾ നാശമടയാനും ജയിൽ മുക്തമാവാനും അങ്ങനെ ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ സൂറത്തുൽ ബഖറയിലും നമ്മൾ സൂറത്തുൽ ബഖറയും ആയത്തുൽ കുർസിയും പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ അവസാനത്തെ 2 ആയത്തും സൂറത്തുൽ ഫാത്തിഹയും ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതി, എല്ലാറ്റിനും തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു നന്മ ചെയ്യുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയിലെ 2 ആയത്തും കൃത്യമാക്കുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസിയും പതിവാക്കുക. എല്ലാ ദിവസവും വീട്ടിൽ വച്ചിട്ടും പ്രത്യേകിച്ച് 5 വഖ്ത് നിസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ദുആഇൻ്റെ ശേഷവും ഓരോ ബാങ്കിന് ഇജാബത്ത് പറഞ്ഞ് ബാങ്കിൻ്റെ ദുആ കഴിഞ്ഞ് അതിനുശേഷം ഒരു ആയത്തുൽ കുർസി ഓതി. ഇങ്ങനെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ ആയത്തുൽ കുർസി നമ്മൾ ഓതി കയ്യിൽ ഊതുകയും ശരീരത്തിലേക്ക് ഊതുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ഊതി മന്ത്രിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപാട് പുണ്യമുണ്ട്, ഒരുപാട് രോഗങ്ങൾ മാറിക്കിട്ടും. അള്ളാഹു ഇതിനൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ രോഗം ശിഫിയാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد
അർഹമുറാഹിമായ ഖാലിഖായ റാസിഖായ ജബ്ബാറായ അല്ലാ, ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാ. എന്തെങ്കിലും പാപപ്പിഴവുകൾ വന്നിട്ടുണ്ട് നീ പരിഹരിക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. പാപികളായ ദോഷികളായ അടിമകളാണ് റഹ്മാനെ. ഞങ്ങളുടെ കരങ്ങൾ നീ നിന്നിലേക്ക് നീട്ടുമ്പോൾ തട്ടിക്കളയല്ല അല്ലാ. ദുആ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ രോഗം നീ ശിഫിയാക്കണേ അല്ലാ. ഞങ്ങൾ അറിവില്ലാത്തവരാണ് റഹ്മാനെ, ഉള്ള അറിവ് കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ് അല്ലാ. എല്ലാ കാര്യം അറിയുന്നവനും കേൾക്കുന്നവനും റബ്ബേ, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖഫി സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടത്തെയും അള്ളാഹുവേ ഞങ്ങൾ എവിടെ ഒളിച്ചു കൂടിയാലും എല്ലാം കാണുന്നവനും അറിയുന്നവനായും കേൾക്കുന്നവനുമായ പടച്ചവനെ, ഞങ്ങൾ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ രോഗം ശഫിയാക്കണേ അല്ലാ. മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഴുവൻ സത്യവിശ്വാസികളുടെയും മുഴുവൻ മനുഷ്യന്മാരുടെയും രോഗം ശഫിയാക്കണേ അല്ലാ. പ്രത്യേകിച്ച് കൊറോണ എന്ന വൈറസിനെ തൊട്ട് കാക്കണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് എന്നെന്നും തുണയാവണേ അല്ലാ. ഞങ്ങൾ എവിടെയാണെങ്കിലും, ഏത് രാജ്യത്താവട്ടെ, ഏത് ഭൂമിയിലാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങൾക്ക് നീ തുണയാവണേ അല്ലാ, തുണയാവണേ അല്ലാ. ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് സന്തോഷം സമാധാനം നൽകണേ അല്ലാ. പ്രവാസികളായി ജീവിക്കുന്ന പ്രവാസികൾ പടച്ചവനെ പേടി സ്വപ്നത്തിലാണ്, അവർക്ക് നീ നിർഭയം കൊടുക്കണേ അല്ലാ. പേടി കൊടുക്കണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാ. അവരുടെ ശരീരത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ജീവിതാവസാനം വരെ സന്തോഷത്തിൽ ജീവിക്കുവാനും അല്ലാഹുവേ ആഖിബത്ത് നന്നായി മരിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുആ നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈക്കൽ മസീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.